ഒരു വിലാപം പോലെ വറ്റിക്കിടക്കുന്ന പുഴകൾ, അപ്രത്യക്ഷമാകുന്ന കുന്നുകൾ, ഉരുകിയൊലിക്കുന്ന ഹിമാലയം, വെട്ടിനിരത്തപ്പെട്ട വനങ്ങൾ, മാഞ്ഞുപോകുന്ന പച്ചപ്പുകൾ, അന്യം നിന്നു പോകുന്ന ജീവജാലങ്ങൾ, ആസന്നമൃതയായ ഭൂമിയുടെ ഹൃദയഭേദകമായ കാഴ്ചകൾ, എല്ലാം മനുഷ്യൻ കാരണം. അവൻ്റെ മത്സരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും ഫലങ്ങൾ. അന്ത്യശ്വാസം വലിക്കുന്ന ഭൂമിയുടെ നെഞ്ചിൽ തൊട്ടുനിന്ന് മാജിക് അക്കാദമി സമർപ്പിക്കുന്നു മരിച്ചുകൊണ്ടിരിക്കുന്ന പുഴയുടെ മാറിൽ ഒരു മാന്ത്രികാവിഷ്കാരം. നിളയ്ക്കായി. ഏതാണ്ട് 60 കൊല്ലത്തിന് മുമ്പാണ് കാണാൻ വളരെയധികം മോഹിച്ചിരുന്ന ഭാരതപ്പുഴ കടന്ന് ഒരു തീവണ്ടിയിൽ ഞാൻ മലബാറിലേക്ക് പോയത്. തീവണ്ടിയിലിരുന്ന് ആർത്തിയോടുകൂടി ഈ പുഴയെ നോക്കി. അതിമനോഹരമായ ഇരുഭാഗം അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഈ പുഴ എത്ര മനോഹരമായൊരു ദൃശ്യമായിരുന്നു അന്നെന്ന് ഇന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഈ പുഴയെ എനിക്ക് തന്നത് വാസ്തവത്തിൽ വള്ളത്തോളിൻ്റെ കവിതയാണ്. വള്ളത്തോളിൻ്റെ ആ തോണിയാത്രയും പൊന്നാനിപ്പുഴയെപ്പറ്റിയുള്ള വർണ്ണനകളുമൊക്കെ വായിച്ചിട്ട് അതിമനോഹരമായ ഈ പുഴ കാണണം എന്നൊരു മോഹം. അതിലുപരിയായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ അത് ഈ പുഴകളുടെ തടങ്ങളിലാണ് പുഷ്പിച്ചത്. അതിൽ ഏറ്റവും അധികം ഒരു സംസ്കാരത്തിൻ്റെ പൂവാടിയായിരുന്നത് ഈ നിളാനദിയുടെ തീരങ്ങളാണ്. ഇവിടെയാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്, ഈ പുഴയുടെ തീരത്ത്. ഇവിടെയാണ് വള്ളത്തോൾ ജനിച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ കലാമണ്ഡലം സ്ഥാപിച്ചതും. പിന്നെ ഈ പുഴയുടെ തീരത്ത് എത്രയോ കവികൾ, എത്രയോ കലാകാരന്മാർ, എത്രയോ കലാകേളികൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കേളികൾ ഓർക്കുമ്പോൾ ഇവിടെ പുഴയുടെ ഓളങ്ങളുടെ സംഗീതവും എൻ്റെ മനസ്സിൽ വരുമായിരുന്നു. മറക്കാനാവാത്ത എത്രയോ ഓർമ്മകളാണ് ഈ പുഴയെപ്പറ്റി മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നത്. വെറുതെ സൂക്ഷിക്കുകയല്ല, ഗോസായി അയാൾ പോയ സ്ഥലങ്ങളിൽ നിന്ന്, നദീപുളിനങ്ങളിൽ നിന്ന് ശേഖരിച്ച മണക്കും കല്ലുകൾ വീണ്ടും വീണ്ടും തൻ്റെ മടിശീലയിൽ നിന്നെടുത്ത് മണപ്പിക്കുന്നത് പോലെ ഈ ഓർമ്മകളെ ഞാൻ കൂടെ വീണ്ടും താലോലിക്കുകയും അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുകയും ചെയ്യുന്നു. ആ നിളയെ നോക്കി നിൽക്കുമ്പോൾ, അത് മരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതൊരാഗോള പ്രതിഭാസമാണ് എന്നൊക്കെ ആര് പറഞ്ഞാലും അത് എന്നെയോ നിങ്ങളിൽ പലരെയും സാന്ത്വനപ്പെടുത്തുന്നില്ല എന്നത് തീർച്ചയാണ്. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ഈ മരണത്തിന് ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ്. ഈ പുഴയോട്, ഈ ഭൂമിയോട് നന്ദികേട് കാണിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. ഈ പുഴ കാണുമ്പോഴുണ്ടാകുന്ന വികാരം, ഇതേമാതിരി നിരവധി പുഴകൾ മരിക്കുമ്പോഴുണ്ടാകുന്ന വികാരം, അതെല്ലാം കൂടി ആറ്റിക്കുറുക്കിയാണ് ഞാൻ ഭൂമിക്കൊരു ശരമഗീതം എഴുതിയത്. ഇന്ന് മരിച്ച ചില പുഴകളുടെ ദൃശ്യങ്ങൾ ഞാൻ ഈയിടെ കണ്ടു. ഈ പുഴ എങ്ങനെയായി തീരുമോ എന്നത് എൻ്റെ ഒരു പേടി സ്വപ്നമാണ്, നിങ്ങളുടെയും ഒരു പേടി സ്വപ്നമാണ്. അത് സംഭവിക്കാതിരിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം. ചെയ്തു കഴിഞ്ഞ പാതകത്തിന് പ്രായശ്ചിത്തവും ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലും ഒരുപോലെ നമുക്ക് ആവശ്യമാണ്. ആ കാര്യത്തെപ്പറ്റി മനുഷ്യരെ ബോധവാന്മാരാക്കുന്നതിന് കലയുടെ നാനാമാർഗങ്ങളിൽ കൂടി ശ്രമമുണ്ടാകുന്നത് നല്ലതാണ്. മാജിക് എന്ന ഈ കലയെ അതിനുവേണ്ടി ഇന്ന് ഇവിടെ ഗോപി ഈ നിളയുടെ തീരത്ത് തന്നെ വന്ന് അദ്ദേഹം ഒരു പ്രകടനം നടത്തുകയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ തിരി കൊളുത്തട്ടെ, ഒരു പുതിയ അവബോധത്തിൻ്റെ തിരി കൊളുത്തട്ടെ, ഒരു പുതിയ ആവേശത്തിൻ്റെ തിരി കൊളുത്തട്ടെ, ഒരു പുതിയ കർമ്മകാണ്ഡത്തിൻ്റെ തന്നെ തിരി കൊളുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
നമസ്കാരം. വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഒരു ഇന്ദ്രജാല ദൗത്യം ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്ന ഒരു ഇന്ദ്രജാല ദൗത്യത്തിന്റെ പ്രഖ്യാപനം. അതോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നതും ഒരു പുതിയ വിസ്മയമാണ്. ഇന്ദ്രജാലത്തിന്റെ ഒരു പുതിയ മുഖം മാന്ത്രിക ലോകത്തേക്ക് ഇവിടെ സമർപ്പിക്കുന്നു. ഈ ജാലവിദ്യക്ക് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളെ ആസ്വദിപ്പിക്കുക അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുക എന്നുള്ളതല്ല ഈ മാജിക്കിന്റെ ലക്ഷ്യം. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു മാന്ത്രിക പരിപാടിയല്ല ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. പടുകൂറ്റൻ സെറ്റുകളോ ലൈറ്റ് സൗണ്ട് സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ, നിറങ്ങളോ വർണ്ണ വൈവിധ്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ മാജിക്കിലൂടെ പറയുന്നു എന്ന് മാത്രം. നമുക്കറിയാം, അടുത്ത നാളുകളിൽ മലയാള മണ്ണ് ഏറ്റവും കൂടുതൽ സംസാരിച്ച കാര്യം, മലയാളക്കാരെ ആകെ സംസാരിച്ച കാര്യം, ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ സൂര്യതാപം അല്ലെങ്കിൽ സൂര്യാഘാതം ഏറ്റ പ്രശ്നങ്ങളെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിന്റെ മണ്ണ് ചുട്ടു പൊള്ളുകയാണ്. എങ്ങോട്ടാണ് നാം യാത്ര ചെയ്യുന്നത്? ഓരോരുത്തരും പരസ്പരം ചോദിച്ചു പോകുന്നു. ഇവിടെ ഈ ഭാരതപ്പുഴയുടെ മണ്ണിൽ നിന്നുകൊണ്ട്, ചുട്ടുകൊള്ളുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഈ ഇന്ദ്രജാലം ഇവിടെ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പലപ്പോഴും ജാലവിദ്യകൾ രൂപപ്പെടുന്നത് പല ഭാവങ്ങളിൽ നിന്നാണ്, പല വികാരങ്ങളിൽ നിന്നാണ്. സന്തോഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്ന സ്വപ്നങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് ഒക്കെ പുതിയ പുതിയ ആശയങ്ങൾ ഉരുത്തിരിയും. ഒരുപാട് സ്വപ്നങ്ങളിൽ നിന്നും ജാലവിദ്യകൾ ഉരുത്തിരിയാറുണ്ട്. കുട്ടിക്കാലത്ത് ഹൈസ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത കവളമുക്കട്ട എന്ന ഗ്രാമത്തിൽ നിന്നും സ്കൂളിലേക്ക് നടന്നു പോയിരുന്നത് ഒരു പുഴ കടന്നിട്ടാണ്. ആ പുഴയിൽ മഴക്കാലമാകുമ്പോൾ കുത്തിമറിഞ്ഞ് വെള്ളം വരും. വേനൽക്കാലമ്പോൾ ആകുമ്പോൾ സ്വച്ഛമായി അവിടെ ആ പുഴയിൽ വെള്ളം ഒഴുകും. ഇക്കരെ നിന്നുകൊണ്ട് മഴക്കാലമാകുന്ന സമയത്ത് വെള്ളം നിറഞ്ഞൊഴുകുന്ന സമയത്ത് അക്കരയ്ക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്, ഇത്തിരി ഇന്ദ്രജാലം പഠിച്ചിരുന്നുവെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകാമായിരുന്നു എന്ന്. പിന്നീട് എപ്പോഴോ ചിന്തിച്ചിട്ടുണ്ട്, ഇക്കരെ നിന്നും അക്കരയ്ക്ക് അദൃശ്യനായിട്ട് യാത്ര ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്നുള്ളത്. ഭാരതപ്പുഴ കാണുവാൻ ആദ്യമായി ഞാൻ കടന്നുപോയത് കുറ്റിപ്പുറം പാലത്തിലൂടെയാണ്. അച്ഛൻ താഴേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അതാണ് ഭാരതപ്പുഴ. താഴേക്ക് നോക്കുമ്പോൾ ഭാരതമാണ് പുഴ എന്ന് തോന്നി. ഭാരതത്തോളം സംസ്കാരമുള്ള, ഭാരതത്തിന്റെ മുഴുവൻ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുഴ, ഭാരതപ്പുഴ. ആ ഭാരതപ്പുഴയിൽ തോണികൾ അലയുന്നുണ്ടായിരുന്നു, കരമുട്ടി വെള്ളമൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തോണികൾ അലയുന്നതിന് പകരം ഇവിടെ ഈ മണൽ പറമ്പിലൂടെ ലോറികൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് കാഴ്ച. നാം നമ്മുടെ പുഴയെ കൊല്ലുന്നു, നമ്മുടെ പുഴയെ നശിപ്പിക്കുന്നു. ഇത് നാം ചെയ്തു കൂട്ടുന്ന പാതകമാണ്. അതിന്റെ ദുരന്തമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂര്യതാപവും ഈ സൂര്യാഘാതവും ഒക്കെ അതിന്റെ മാത്രം പരിണത ഫലങ്ങളാണ്. ഇവിടെയാണ് ഈ ഇന്ദ്രജാലം. അന്ന് കണ്ട സ്വപ്നം, ആ സ്വപ്നമോ യാഥാർത്ഥ്യമാക്കാൻ ഇന്നൊരു മാജിക്കിന്റെയും ആവശ്യമില്ല. ഏത് വലിയ ജാലവിദ്യക്കാരനും ആ സ്വപ്നം അന്ന് സാക്ഷാത്കരിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം പ്രകൃതിയുടെ വലിയ വിസ്മയങ്ങളെ എത്ര ജാലവിദ്യ പഠിച്ചു കഴിഞ്ഞാലും, എത്ര വലിയ ജാലവിദ്യക്കാരനായാലും തോൽപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. അത്രയും വലിയ ജാലവിദ്യകളാണ് പ്രകൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാം കാണിച്ച ബ്ലാക്ക് മാജിക്കുകൾ, കറുത്ത മാന്ത്രിക വിദ്യകൾ, ആ മാന്ത്രിക വിദ്യകളുടെ ദുരന്ത ഫലമായി ഇന്ന് ഈ പുഴയെ ക്രോസ് ചെയ്യുവാൻ ഒരു ജാലവിദ്യയുടെ ആവശ്യമില്ല. ആർക്കും ഏത് സമയത്തും ഈ പുഴയിലൂടെ നടന്നു പോകാം. അദൃശ്യനല്ലാതെ തന്നെ പോകാം. വെള്ളത്തിനോടൊന്നും നടക്കേണ്ട ആവശ്യമില്ല. മണൽ പറമ്പിലൂടെ നടന്നു പോകാം. ഇതാണ് ഇന്നത്തെ ചിത്രം. ആ ചിത്രത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ ജാലവിദ്യ. അന്ന് കണ്ട സ്വപ്നത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു ജാലവിദ്യ. ONV സാറിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ജാലവിദ്യ അവതരിപ്പിക്കുന്നത്. വെറും 15 മിനിറ്റ് ദൈർഘ്യം മാത്രമാണ് ഈ ജാലവിദ്യക്കുള്ളത്. പക്ഷേ ഈ ജാലവിദ്യ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മന്ത്രം നിങ്ങൾ കുറിച്ചിടണം. നമ്മുടെ ദൗത്യമാണ് ഈ ഭാരതപ്പുഴയെ, ഇതുപോലുള്ള പുഴകളെ സംരക്ഷിക്കേണ്ടത്. അത് കുറിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി പോകുവാൻ. ഇവിടെ കവിതയുണ്ട്, ഇന്ദ്രജാലമുണ്ട്, അതിനപ്പുറം ഈ നാടിന്റെ സ്വന്തം കഥകളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാലവിദ്യ കഥകളിയും സംഗീതവും കവിതയും ഇന്ദ്രജാലവും ചേർന്നുള്ള ഒരു മിശ്രണമാണ്. അതാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്.
ഈ ജാലവിദ്യയ്ക്ക് വേണ്ടി എത്രയോ വർഷങ്ങളായി എന്തിനെന്നറിയാതെ കാത്തുകിടക്കുന്ന ആ വലിയ പാലത്തിന് തുഴയുള്ള 2 തലങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. 2 തലങ്ങൾ, 1, 2. ആ തലങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഈ കോൺക്രീറ്റ് പാലത്തിൽ ഉള്ള കോൺക്രീറ്റ് തൂണുകൾ, വലിയ വലിയ തൂണുകൾ, ആ തൂണുകളാണ് ഈ ജാലവിദ്യയുടെ പശ്ചാത്തലം. ആ 2 തലങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി സബനിയും ക്ഷണിക്കുന്നു. ഇനി ആ തലങ്ങളിൽ മാത്രമാകണം നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ കുടക്കി നിൽക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ ഒരു വലിയ വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ നാടിന്റെ, മലയാള മണ്ണിന്റെ, മലയാളക്കരയുടെ അഭിമാനം. സ്കൾപ്ചർ, പെയിന്റിംഗ്, സംഗീതം തുടങ്ങിയ ലോകത്ത് പ്രശസ്തനായ, അതിലപ്പുറം കഥകളിയുടെ ആചാര്യനായ ഈ സ്വന്തം നാടിന്റെ സ്വന്തം പുത്രൻ, മലയാള മണ്ണിന്റെ സ്വന്തം പുത്രൻ ശ്രീ സദനം ഹരികുമാർ. അദ്ദേഹത്തെ സബനിയും ക്ഷണിക്കുന്നു. അദ്ദേഹം ചേർന്നുകൊണ്ടാണ് ഈ ജാലവിദ്യ അവതരിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സദനം കുമാരന്റെ മകനാണ് സദനം ഹരികുമാർ. അദ്ദേഹവും ഞാനും ചേർന്ന് ഈ ജാലവിദ്യ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നിറഞ്ഞിരിക്കുന്ന കാണികളുടെ വിശിഷ്ടാതിഥികളോട് വേദനിക്കുന്ന ഈ മണ്ണിൽ നിന്ന്, ഈ മണപ്പറമ്പിൽ നിന്ന്, ഭാരതപ്പുഴ എന്ന് അറിയപ്പെടുന്ന ഇവിടെ കാണുന്ന ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹരിയേട്ടന് നമ്മുടെ കാണികളോട് എന്താണ് പറയാനുള്ളത്? അതിനുവേണ്ടി അദ്ദേഹത്തിന് മൈക്ക് ഞാൻ കൈമാറുന്നു. നമസ്കാരം. കേരളത്തിൻ്റെയും വള്ളുവനാടിൻ്റെയും ഉർവരതയും ഊഷ്മളതയുമായിരുന്ന ഈ നിള, ഈ ഭാരതപ്പുഴ എൻ്റെ കുട്ടിക്കാലത്തും എൻ്റെ ഒരു ലഹരിയായിരുന്നു. ഇന്ന് ഇത് വളരെ ഊഷരമാവുകയും കവിഴ്ന്ന് കിടന്ന് മുങ്ങാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാവുകയും ചെയ്തതിൽ നൊമ്പരപ്പെടുന്ന ഒരു കലാകാരനാണ് ഞാൻ. ഇവിടെ കാണുന്നത് നിളയല്ല, മറിച്ച് നിളയുടെ അസ്ഥിപഞ്ജരമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കണ്ണും മൂക്കും എല്ലാം ചൂഴ്ന്നെടുത്ത വികലാംഗയാക്കപ്പെട്ട ഒരമ്മയുടെ രൂപമാണ് എനിക്ക് നിളയിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ അതിൽ അങ്ങേയറ്റം വ്യാകുലപ്പെടുന്നു. ഞാൻ മുതുകാടിൻ്റെ ഈ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നു. നമസ്കാരം. ഹരിയേട്ടൻ ഒരു കവിത എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ നിലയെക്കുറിച്ച് ഒന്ന് പറയാം. ചിലപ്പോൾ തീവണ്ടി സിഗ്നൽ കിട്ടാതെ ഇവിടെ നിർത്തി പോകുന്ന സമയത്ത് അറിയാതെ ഇതിലേക്ക് നോക്കി പോകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കല്യാണുറുമ്പുകൾ മുട്ടയുമായിട്ട് ചുമരിൽ കൂടെ നീങ്ങി പോകുന്നത് പോലെ പൊതുജനങ്ങൾ വെളുത്ത പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണലുമായിട്ട് കൂട്ടം കൂട്ടമായി നീങ്ങി പോകുന്ന കാഴ്ച എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയായിരുന്നു. ഒരൊറ്റയാൾ പട്ടാളം പോലെ അവരുടെ ഇടയിൽ കയറി ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയതുപോലെ ഞാൻ എതിർത്താലോ എന്നുപോലും ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതിനും നിസ്സഹായനായ ഞാൻ, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നും ചെറിയ 4 വരിയാണ് ഉണ്ടായിത്തീർന്നത്. ഞാനതിവിടെ പാടാം. നദി ഭാഗീരഥി, നീളാ 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 നദി ഭാഗീരഥി. നിളയെ ഊഷര നിലമായി തീർത്തതു കണ്ടില്ലെന്നു നടിപ്പതു നലമോ. നിളയെ ഊഷര നിലമായി തീർത്തതു കണ്ടില്ലെന്നു നടിപ്പതു നലമോ. നദി ഭാഗീരഥി, നീളാ നദി ഭാഗീരഥി, നീളാ നദി ഭാഗീരഥി. പുളിനമില്ല നിന്മാറി, നളിനമില്ല നിൻ മടിയിൽ, പുളിന
സ്നേഹമില്ല നിന്മാറിൽ, നളിനമില്ല നിൻ മടിയിൽ, മുടിയിഴയിൽ നെയ്താമ്പലിൻ പൂനിരയുമില്ലഹോ കാൺമാൻ, മുടിയിഴയിൽ നെയ്താമ്പലിൻ പൂനിരയുമില്ലഹോ കാൺമാൻ. മനുജരായ മക്കൾ നിന്നെ അർച്ചിക്കും നൈവേദ്യമോർത്താൽ കലുഷമായ വിഷമയമലിനം, കലുഷമായ വിഷമയമലിനം. മനുജരായ മക്കൾ നിന്നെ അർച്ചിക്കും നൈവേദ്യമോർത്താൽ കലുഷമായ വിഷമയമലിനം, കലുഷമായ വിഷമയമലിനം. നദി ഭാഗീരഥി, നിളാനദി ഭാഗീരഥി, നിളാനദി ഭാഗീരഥി. വേദനയിൽ കുതിർന്ന കയ്യടിയാണ് ഹരിയേട്ടന് നിങ്ങൾ സമ്മാനിച്ചത്. അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാം. ഈ നിലാനദിക്കരയിൽ നിന്നുകൊണ്ട് ഈ വരികൾ അദ്ദേഹം ആലപിക്കുമ്പോൾ ആ വരികളിൽ മുഴുവൻ വേദനയുണ്ടായിരുന്നു. ഈ ഭാരതപ്പുഴയെ കുറിച്ച് ഓർത്തുള്ള വേദന. ആ വേദന അദ്ദേഹത്തിന്റെ മാത്രം വേദനയല്ല, നമ്മുടെ എല്ലാവരുടെയും വേദനയാണ്. ആ വേദന ഹൃദയം കൊണ്ട് നാം ഏറ്റെടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും സ്വപ്നങ്ങളിൽ നിന്ന്, സന്തോഷങ്ങളിൽ നിന്ന് പുതിയ ഇന്ദ്രജാലങ്ങൾ ഉരുത്തിരിയാറുണ്ട്. വേദനകളിൽ നിന്നും ഇന്ദ്രജാലങ്ങൾ പുതിയത് ഉരുത്തിരിയാറുണ്ട്. ആ വേദനയിൽ നിന്നാണ് ഈ ജാലവിദ്യ ഉരുത്തിരിഞ്ഞത്. ഒരു തരം ട്രാൻസ്പോസിഷന്റെ ജാലവിദ്യ. ആ ജാലവിദ്യയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സവിനയം ഭാരതപ്പുഴയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കായി, അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഈ മണൽത്തട്ടിൽ ഒഴുക്കുന്ന കണ്ണീരായി ഈ ജാലവിദ്യയെ നിങ്ങൾ കാണുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് സവിനയം എന്റെ മുമ്പിലിരിക്കുന്ന കാണികളുടെ മുമ്പാകെ ഈ ഇന്ദ്രജാലം ഇവിടെ സമർപ്പിക്കുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ നിഴലിൽ നീ നാളെ മരവിക്ക്. ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ലാരും ഈ ഞാനും. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി.
മരിക്കാത്ത ഭൂമി, ഇനിയും മരിക്കാത്ത ഭൂമി, ഇതു നിന്റെ മൃതിശാന്തി ഗീതം. നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, മൃതിയിൽ നിനക്കമൃതശാന്തി, അമൃതശാന്തി, ശാന്തി ശാന്തി.